ടൈം കൊടുത്തു റിലീസ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് ചെറിയ ആൾക്കാർ, ടാലൻറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ആൻഡ് നിങ്ങൾ ഇനി കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയും. ജൂലൈ 4th മ്യൂസിക് 24 റിലീസ് ആവുകയാണ്. പിന്നെ ക്യാൻസർ സ്ക്രീൻ ചെയ്ത പടമാണ്. പിന്നെ ഇത് 4 ലൂപ്പിലും ഡിഫറെന്റ് ആയിട്ട് പെർഫോം ചെയ്ത പ്രീതി ഇല്ല. ഇത് അങ്കിത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ജയിലിൽ പോയാലും ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അത്ര ഞങ്ങൾക്ക് വേണ്ടി കൂടെ ചെയ്ത ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഞങ്ങളുടെ ഈ ടീമിലുള്ള എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഇത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന ഒരു പടമാണ്. ഞങ്ങളെല്ലാവരും സിനിമ ഭയങ്കര പാഷനേറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ചെയ്തു. ക്യാൻസർ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാർത്തിക് എഡിറ്റർ ഈസ് മിസ്സിംഗ്. ഇദ്ദേഹമാണ് എഡിറ്റർ. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങോട്ട് വരേണ്ടതാണ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി, എനിക്ക് പെട്ടെന്നൊന്നും കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ജോൺസി പ്ലീസ്. യെസ്. അരുൺ ശിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. സാഹിൽ ആർട്ട്. അപ്പൊ താങ്ക് യു ഗൈസ്, എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. ഇവിടെ ഇത് സിനിമയാക്കുന്നുണ്ടോ? ഇല്ല, ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ആക്ച്വലി ഇതൊരു പൈലറ്റ് മൂവിക്കുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഞങ്ങളിത് OTTക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. ഒരു 6 എപ്പിസോഡുള്ള ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ലൂപ്പ് കൈൻഡ് ഓഫ് വേർഷൻ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത്. ബട്ട് ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളൊരു ഷോർട്ട് ഫിലിമിലേക്ക് ഇപ്പോഴും നിർത്തി. ഇൻ ഫ്യൂച്ചർ യെസ്, ഇതല്ല മറ്റൊരു സബ്ജക്റ്റ് ഉണ്ടാവും. ഇനി ഒരിക്കലും ലൂപ്പ് എടുക്കില്ല എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നോക്കിയതാണ്. നമ്മൾ ലൂപ്പിൽ പെട്ടുപോയി, ഭയങ്കര ട്രാപ്പിലായിരുന്നു കുറച്ചതാണ്. അതുകൊണ്ട് ഇനി ലൂപ്പില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവരും ക്ഷണിച്ചതിന് വന്നതിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും. സന്ദീപ് ഇതാണ് ആ മുഖം മൂടിയിട്ട് അഭിനയിച്ച് മുഖം കാണാത്തതുകൊണ്ട് ഈ മുഖം എപ്പോഴെങ്കിലും എല്ലാവരും കാണണം. നായകനായിട്ട് വില്ലൻ അമലിനാണ്. എല്ലാ ഫ്രണ്ട്സാണ്. അപ്പൊ അങ്ങനെ ചെയ്തൊരു വർക്കാണ്. സന്തോഷം. ഒരു ഡോണി ഡാർക്കോ ഒരു ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രമിച്ചത് മനഃപൂർവ്വമാണോ? ആ പടത്തിനോടുള്ള ആരാധന കൊണ്ട്? ഒരിക്കലും അങ്ങനെയല്ല. ഇതിങ്ങനെ എഴുതി വന്നപ്പോ അങ്ങനെ സംഭവിച്ചാണ്. ഞാൻ കുബ്രിക്കിന്റെ വലിയ ആരാധകനാണ്. ഒരു സ്റ്റാൻലി കുബ്രിക് പേസ് ഓഫ് മേക്കിംഗ് ആണ് ടോട്ടലായിട്ട് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും സിനിമയെ റെഫർ ചെയ്തിരുന്നോ? ഈ ലൂപ്പ് ചെയ്യുമ്പോൾ വളരെ കഷ്ടപ്പാടാണ്. കാരണം മുമ്പുണ്ടായ സീൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു രീതിയിലും കണ്ടിന്യൂറ്റി പോകാൻ പാടില്ല. ഒരു വിരലിന്റെ മൂവ്മെന്റ് പോലും പോകാൻ പാടില്ല. അതെന്നെ സംഭവിക്കണം. ഏറ്റവും വലിയ ചലഞ്ച് ആർട്ടിസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ 1, 2, 3, 4 നല്ല ഷൂട്ട് ചെയ്തിരുന്നു. 1, 2, 3, 4 അറ്റ് എ ടൈം ഷൂട്ട് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 3 ദിവസം നല്ല റിഹേഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് പോയത്. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ഇനി ഞാൻ ഒരിക്കലും ഈ ലൂപ്പ് ചെയ്യില്ല, അത് ഉറപ്പാണ്. അതാണ് അതിന്റെ ഒരു റിയാലിറ്റി. ഇനി ചെയ്യില്ല. ലൊക്കേഷൻ വരുത്തുപോക്ക് ഇൻ ദ സെൻസ്, ഇപ്പോ നമ്മള് ഈ എന്താ പറയാ വടക്കൻ ഭാഗങ്ങളിലൊക്കെ പറയും ദേവിയെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങി പോകുന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരാൾ ലൂപ്പിൽ പെട്ടുപോവാണ്, കറങ്ങി പോവാണ്. കാരണം ഇതിന്റെ ബേസിക് തോട്ട് എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചാൽ ആളുടെ ബ്രെയിൻ 180 സെക്കൻഡ്സ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മരിക്കുമ്പോൾ അവൾ കണ്ടുപിടിക്കുകയാണ് ഹൂ ഇസ് മൈ കില്ലർ എന്ന്. അവൾ ആ 4 ലൂപ്പുകളിലൂടെ സഞ്ചരിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ തോട്ട്. ബേസിക്കലി വരുത്തുപോക്കുന്ന പേര് കാരണം ഈ ദേവി കോൺസെപ്റ്റ് തന്നെയാണ്. ലൂപ്പിൽ പെട്ടുപോകുന്നു എന്നൊരു കോൺസെപ്റ്റിന്റെ പുറത്താണ് ഈ ഒരു പേര് വെക്കാൻ കാരണം. ഓൾറെഡി ഞാൻ ആൾക്കാരെ ആ ഒരു ടൈപ്പാണ്. അത് മൊത്തത്തിൽ കൊണ്ടുപോയിട്ടില്ല. എന്തായാലും നിങ്ങൾ കാണണം, റിലീസാവുന്ന സമയത്ത് കാണണം. അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും പുതിയൊരു ടീം നമ്മൾ ടൈം ലൂപ്പല്ല ഇങ്ങനത്തെ ചിത്രങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇത് കണ്ട സമയത്ത് അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ്. വേറെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ വേറെ കുറേ കണ്ടിട്ടുണ്ട് ഈ ഒരു തീം ബേസിൽ. ബട്ട് ഐ തിങ്ക് ദിസ് വാസ് ഡിഫറെൻറ്റ്. പിന്നെ എനിക്ക് ഫസ്റ്റ് ലാസ്റ്റ് വരെ എനിക്ക് ഗെസ് ചെയ്യാനേ പറ്റില്ല. ലൈക്ക് വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്, ദാറ്റ് ത്രില്ലർ അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.